എല്ലാവർക്കും നമസ്കാരം. ഞാൻ കെ.ആർ. ഗോപാൽ, അടൂരാണ് സ്വദേശം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ എന്താണ് സമർപ്പിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ഒരു നിശ്ചിത സമയം നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുന്നതിനെയാണ് സമർപ്പണ മനോഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലൈഫിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ അവരവരുടെ ഒരു നിശ്ചിത സമയം അതിലേക്കായി മാത്രം മാറ്റിവെച്ച് പ്രവർത്തിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമാണ് വിജയങ്ങൾ കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡോക്ടർ ആകണമെങ്കിൽ കുറഞ്ഞതൊരു 5 വർഷം അദ്ദേഹത്തിന് ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഒരു നേഴ്സിന് 4 വർഷമെങ്കിലും നിശ്ചയമായിട്ടും സമർപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഒരു സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം കുറഞ്ഞത് 5 വർഷത്തിൽ കൂടുതൽ സമയം ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിശ്ചിത സമയം സമർപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ ലക്ഷ്യം നേടാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ തന്നെ നമുക്കറിയാം, ഒരു യോഗി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചർച്ചിലെ ഫാദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളിയിലെ മുല്ലാക്ക ആയിക്കോട്ടെ, ഇവർക്കും അവരുടേതായ ആ പൊസിഷനിലെത്തണമെങ്കിൽ കൃത്യമായിട്ടും സമയം സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുമുണ്ട്. അപ്പോൾ മാത്രമാണ് അവരെല്ലാം എത്തുന്നത്. ഇനിയും മറ്റൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ക്രിക്കറ്റ്, ഫുട്ബോള്, സ്വിമ്മിങ് എന്ന് വേണ്ട ലോകത്തിലെ ഏത് ചാമ്പ്യന്മാരും അവരവരുടെ കൃത്യമായ സമയം അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊക്കെ ആ ഒരു പൊസിഷനിലെത്താൻ സാധിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ സമയവും കഠിന പ്രയത്നവും ഒത്തുചേരുമ്പോൾ മാത്രമേ, അത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ആ ഒരു ത്യാഗം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും മിനിമം ഒരു 5 വർഷം നമുക്ക് ആ ത്യാഗം ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, ബാക്കിയുള്ള നമ്മുടെ എത്ര ജീവിതമുണ്ടോ ആ ജീവിതം നമുക്ക് രാജാവായി ഈ ഭൂമിയിൽ വാഴാൻ പറ്റും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഇത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു ഡയറക്റ്റ് സെല്ലറെ സംബന്ധിച്ച് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ കൃത്യമായിട്ടും അതിന് ഒരു വിജയിയെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഒരു മെൻറ്ററെ കണ്ടുപിടിച്ച്, അദ്ദേഹം എന്താണോ പറയുന്നത്, വിജയിച്ച വ്യക്തി എന്താണോ പറയുന്നത്, അത് 100% എഗ്രി ചെയ്തുകൊണ്ട് നമ്മുടെ ബുദ്ധി അവിടെ പ്രയോഗിക്കാതെ തന്നെ അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ആ പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ വിജയിക്കാനുള്ള ഏക മാർഗം. ഇപ്പം പലർക്കും ഒരു മെൻറ്ററെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ആക്റ്റീവായിരിക്കണം, എഫക്റ്റീവായിരിക്കണം, ഗ്രോയിങ് ആയിരിക്കണം, ആൻഡ് കെയറിങ് ആയിരിക്കണം. കെയറിങ്ങിൽ ഞാൻ അണ്ടർലൈൻ ഇടാൻ പറയും. എന്താണ്? നമ്മളെ അതേപോലെ പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം വിജയിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് കേട്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. മിനിമം ഒരു 5 വർഷം നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും അവരുടെ ആ പൊസിഷനിൽ എത്താൻ പറ്റും.
എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൻറ്ററെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും, പക്ഷേ മെൻറ്റർ പറയുന്ന പോലെ ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ നമ്മുടെ പരാതി അദ്ദേഹം വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ആളാണ്, അതുപോലെ തന്നെ ഒരു താണവർഗത്തിൽ പെട്ട ആളാണ്, അല്ലെങ്കിൽ ഈ നാട്ടുകാരനല്ല, ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറഞ്ഞു നമ്മൾ അവിടെ നിന്നൊക്കെ വഴുതി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്കൊന്നും വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ലീഡറെ സംബന്ധിച്ചോളം ആ ലീഡറിൻ്റെ പൊസിഷനാണ് ഇമ്പോർട്ടൻ്റ്. മറ്റുള്ള ഒരു കാര്യങ്ങളും മാന്യതകളും അവിടെ അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം ആ കാര്യത്തിൽ വിജയിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാം, നമുക്ക് മെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കാം. എന്നിട്ട് അദ്ദേഹം എന്തു പറയുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ലീഡറും നമ്മൾ നശിക്കാനായിട്ട് ചിന്തിക്കത്ത് പോലുമില്ല. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇതൊരു ടോട്ടൽ ഗ്രൂപ്പ് വർക്കിംഗ് ആണ്. ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒന്നിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. അപ്പം നമുക്ക് ഗ്രോ ആകണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള അസോസിയേറ്റിനെ ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് ആ ലീഡർ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ആ രൂപത്തിൽ ചിലപ്പോൾ നിങ്ങളെ വഴക്ക് പറഞ്ഞെന്നിരിക്കും, നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ നിങ്ങളെ കളിയാക്കിയതുപോലൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളോട് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ കാരണവന്മാർ നമ്മളെ വഴക്ക് പറയുന്നത് എന്തിനാണ്? നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. അവരാ മേഖലയിലൂടെ ഒക്കെ കടന്നു വന്നവരാണ്. ആ സമയമെല്ലാം കഴിഞ്ഞു വന്നിട്ടുള്ളവരാണ് നമ്മളെ അതനുസരിച്ച് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. ഇനിയും നമ്മൾ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പം പ്രോബ്ലംസ് നമ്മുടെ മുന്നിൽ വരും. അത് 100% ഉറപ്പാണ്, നമുക്കറിയാം. പ്രോബ്ലംസിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രോബ്ലംസ് വരാതെ ഒരു മനുഷ്യനും ഇന്ന് ലോകത്തിൽ ജീവിച്ചിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഉദാഹരണം നമ്മളൊന്ന് നോക്കിയാൽ മതി. ഉറുമ്പ് പോകുന്ന വഴി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഉറുമ്പും തിരിഞ്ഞു നടന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഉറുമ്പ് പോകുന്ന വഴിയിലോട്ട് ഒരു പെൻസിൽ വെച്ച് കൊടുത്താൽ ഉറുമ്പ് അതിൻ്റെ മുകളിൽ കൂടി ഇറങ്ങിപ്പോകും. അതായത് പ്രതിസന്ധികൾ എത്ര ഉറുമ്പിൻ്റെ മുമ്പിൽ വന്നാലും അത് തിരിഞ്ഞു പുറകോട്ട് പോകാറില്ല, മറിച്ച് ആ പോകാൻ ഉദ്ദേശിച്ച വഴിയിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഉറുമ്പിന് പ്രതിസന്ധി പ്രശ്നമല്ലെങ്കിൽ നമ്മൾക്കാണോ പ്രശ്നം? നമ്മൾ എന്തിനു പേടിക്കണം? പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ പറ്റാത്ത ഒന്നുപോലും ഈ ലോകത്തിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ 3 ദിവസം കൊണ്ട് നിർത്തിയെങ്കിൽ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? നിങ്ങളുടെ മെൻറ്ററുടെ കൈ നിങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കൈ മെൻറ്ററെ കയ്യിൽ പിടിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, നിങ്ങളിൽ 100ഓളം ആൾക്കാർ വന്ന് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ മെൻറ്ററാക്കാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഞാൻ കണ്ടുവരുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം, ആ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ആ രീതിയിൽ നമ്മളൊരു 5 വർഷം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പം ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ ഈ ഇന്നത്തെ ഈ വിഷയം അവസാനിപ്പിക്കാം. ഏകലവ്യനെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഏകലവ്യൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം, എങ്കിലും ഞാനൊന്ന് പറയാം. പാണ്ഡവന്മാരുടെ ഗുരുവാണ് ദ്രോണാചാര്യർ. ഏകലവ്യന് ഗുരു ഇല്ല. എന്നാൽ ദ്രോണാചാര്യരെ ഗുരുവാക്കിക്കൊണ്ട് അദ്ദേഹം കാണാതെ അദ്ദേഹത്തിൻ്റെ വിദ്യകൾ കണ്ടുപഠിക്കുന്ന ആളാണ് ഏകലവ്യൻ. അപ്പം ഏകലവ്യൻ കാട്ടിൽ ഇരുന്ന്, അല്ലെങ്കിൽ എപ്പോഴാണോ ദ്രോണാചാര്യർ പാണ്ഡവരെ പഠിപ്പിക്കുന്ന ആ സമയത്ത് നോക്കി പഠിക്കുന്ന ആളായിരുന്നു. നമുക്കത് അറിയാവുന്ന കാര്യം. ഒരു ദിവസം പാണ്ഡവരും അവരുടെ കൂടെ ഒരു പട്ടിയും കാട്ടിലൂടെ പോകുന്ന സമയത്ത് പട്ടിയും
പാണ്ഡവരും വഴിയിൽപ്പെട്ടു. അങ്ങനെ ഈ പട്ടി നമ്മുടെ ഏകലവ്യനെ കാണുന്നു. ഏകലവ്യനെ കണ്ട മാത്രയിൽ പട്ടി കുരയ്ക്കുന്നു. പക്ഷെ ഒരു പ്രാവശ്യമേ കുരച്ചുള്ളൂ. അതിനു മുമ്പ് അമ്പ് തൊടുത്തു വിട്ടു ഏകലവ്യൻ. പിന്നീട് പട്ടി ശബ്ദിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിയുടെ വായടഞ്ഞു. ഒരു തുള്ളി ബ്ലഡ് പോലും ആ മുറിഞ്ഞിടത്ത് നിന്ന് അല്ലെങ്കിൽ ആ അമ്പ് കയറിയിടത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ വിദ്യ ദ്രോണാചാര്യർ ആരെയും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത്ര സിദ്ധി എങ്ങനെ കൈവന്ന ആരാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഏകലവ്യനാണ് എന്ന് മനസ്സിലായി. അപ്പം കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പം ഗുരുദക്ഷിണ ചോദിക്കുന്നു. അപ്പം ഗുരുദക്ഷിണ ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ വലത്തെ കൈയുടെ തള്ളവിരലാണ് ചോദിക്കുന്നത്. ഏകലവ്യന് നന്നായിട്ട് മനസ്സിലായി. ഏകലവ്യൻ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. എന്തായിരിക്കും ചോദിക്കുന്നത്? കാരണം ദ്രോണാചാര്യർ അർജുനനെ ശ്രേഷ്ഠ വില്ലാളിയാക്കി മാറ്റാനായിട്ട് പ്രതിജ്ഞയെടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിലും ശ്രേഷ്ഠനായ ഒരാൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദ്രോണാചാര്യരുടെ ചിന്തയോടുകൂടി നമ്മൾ ആ ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ചോദിക്കുന്നു. ഒരു മനോഭാവത്തിലും വ്യത്യാസമില്ലാതെ ഒന്നും ചിന്തിക്കാതെ തന്നെ അദ്ദേഹം ആ ഗുരുദക്ഷിണ ദ്രോണാചാര്യർക്ക് നൽകുകയും ചെയ്തു. ഇതാണ് അർപ്പണ മനോഭാവം. അതുകൊണ്ട് ഇന്ന് അർജുനനെക്കാട്ടിലും പേരെടുത്ത് അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന ആളാണ് ഏകലവ്യൻ. അപ്പം അർപ്പണ മനോഭാവത്തിന് അതിൻ്റേതായ സ്ഥാനമാണുള്ളത്. നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും നമുക്ക് ഇതേപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വിജയം 100% ഉറപ്പാണ്. അതിനുവേണ്ടി ഒരു 5 വർഷമെങ്കിലും നിങ്ങൾ മാറ്റിവെച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിൽ അബ്ദുൽ കലാംജി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഡെവലപ്പ് ആകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിൽ നമ്മളും ഒരു പങ്കാളിയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ആൾ ദ ബെസ്റ്റ്.